ഡോക്ടറെ, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളോടൊക്കെ കമ്പനിയൊക്കെ കൂടി അടിപൊളിയായി വീട്ടിലേക്ക് പോയതാ. ഇന്ന് രാവിലെ ഞങ്ങൾ ആ വാർത്ത കേൾക്കും, അവൻ ഇനി കണ്ണു തുറക്കില്ല എന്നുള്ള വാർത്ത. പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ള യുവാക്കളും മറ്റും ഉറക്കത്തിൻ്റെ പെട്ടെന്ന് മരിക്കുന്നത് അതെന്തുകൊണ്ടാണ്? ഇതൊരു ഹൊറർ സ്റ്റോറിയല്ല, ഇതൊരു കാർഡിയോളജി റിയാലിറ്റിയാണ്. ബ്രഗാഡ സിൻഡ്രോം ഒരു ജനിതകപരമായി കാണുന്ന ഒരു ഹൃദയ റിതത്തിൻ്റെ പ്രശ്നമാണിത്. നമ്മുടെ സോഡിയം ചാനലിലുണ്ടാകുന്ന തകരാറ് മൂലം SCN5A മ്യൂട്ടേഷൻ മൂലമാണിത് സംഭവിക്കുന്നത്. ഇത് ചിലപ്പം ഉറക്കത്തിലോ മറ്റൊക്കെ പെട്ടെന്ന് ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിച്ചിട്ട് പെട്ടെന്ന് കാർഡിയാക് ഡെത്ത്, മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഉറക്കത്തിൻ്റെ സമയത്താണിത് കാണുക. നമ്മുടെ ഹൃദയം ഓരോ നിമിഷവും വളരെ കറക്റ്റായിട്ടുള്ളൊരു താളത്തിനിട്ട് മിടിക്കുന്ന ഒരു ഓർക്കസ്ട്ര പോലെയാണെങ്കിൽ ബ്രഗാഡ സിൻഡ്രത്തിൽ അതിൻ്റെ ആ ഒരു കണ്ടക്ഷൻ താളം തെറ്റിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം. ECG വഴിയാണ് ഇത് കണ്ടെത്താൻ പറ്റുക. നമുക്കറിയാം, 2 തരം കാണാം, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 കോവിഡ് ടൈപ്പ് എന്നാണ് പറയുക, ST എലിവേഷനും പിന്നെ ഡൗൺ സ്ലോപ്പിങ്ങും കാണും. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിൽ ബാക്ക് ടൈപ്പ് എന്നാണ് പറയുക, സാഡിൽ ഷേപ്പ്ഡ് ST ചേഞ്ചസ് ഉണ്ടാവുക. ആരൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിൽ കൂടുതൽ അപകടമായി കാണുന്നത്? ആരിലൊക്കെയാണിത് കൂടുതൽ കാണുന്നത്? കൂടുതലും ഇത് യുവാക്കളിലാണ് കാണുക, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. കുടുംബത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ച ആൾക്കാരിൽ ഇതുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അപകടാവസ്ഥ കൂടുന്നത് ഫീവറൊക്കെ കൂടുന്ന സമയത്താണ്. ഫീവർ ഇത്തരമൊരു അവസ്ഥയിൽ ഇതുപോലെ മിടിപ്പ് കൂടുതൽ താളം തെറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് മരണം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് അപകടകരമായി മാറുന്നത്? ഹൃദയമിടിപ്പ് പൂർണ്ണമായും താളം തെറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. പലപ്പോഴും ഇതൊരു മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് പ്രത്യക്ഷപ്പെടുക. ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പ്രധാനമായിട്ടും ഇത് കാണുന്നത് ECGയിലൂടെയാണ്. പിന്നെ അജ്മാലൈൻ ചലഞ്ച് ടെസ്റ്റ്, മറിഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് മുൻകൂട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ചികിത്സിക്കാം? ICD വെക്കാന്ന് പറയും, ഇംപ്ലാന്റബിൾ കാർഡിയോ വേർട്ടർ ഡീഫിബ്രിലേറ്റർ. അതാണ് ഇത് ജീവൻ രക്ഷപ്പെടുത്തുന്ന കാര്യം. പിന്നെ പനിയോ ചില മരുന്നുകളൊക്കെ ഇത്തരം ആൾക്കാർ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ICD വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതുപോലത്തെ ഒരു അവസ്ഥ ഉറക്കത്തിലോ മറ്റോ ഉണ്ടാവുമ്പം ഈ മെഷീന് ഇതുപോലുള്ള അപകടകരമായിട്ടുള്ള താളം തെറ്റൽ തിരിച്ചറിയുകയും ആ നിമിഷം തന്നെ അത് ഡീഫിബ്രിലേറ്റ് ചെയ്തിട്ട് ആ താളത്തെ ഓർഡറിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു ടെസ്റ്റ്, ഇത്തരം പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നത് നല്ലതാണ്. പനിയും അതിനോട് കൂടെ ECGയിലൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഇതല്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലാ ഹൃദ്രോഗങ്ങളും എപ്പോഴും നെഞ്ചുവേദനയായിട്ടല്ല വരിക, ചിലത് നിശബ്ദമായിട്ടായിരിക്കും. അവയെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ അതിലൂടെ സാധ്യമാകും.